നല്ല സിനിമയാണ്. കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മൂവിയാണ്. എന്നാലും കുറച്ച് സങ്കീർണമായിട്ടുള്ളൊരു പ്ലോട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ടൈറ്റിൽ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമ. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും അവരവരുടെ പാട്ട് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പറയണ്ടല്ലോ, ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാവരും. ഷാജു ചേട്ടനാണെങ്കിലും ഗിരീഷ് ചേട്ടനാണെങ്കിലും ഹേമന്താണെങ്കിലും ഒക്കെ എല്ലാവരും ഓരോരോ പാട്ട് ഏറ്റവും രസമായിട്ടാണ് ചെയ്തത്. Movie was fantastic actually. All the actors did an excellent job. ഒരാളും ഒരു സ്പെഷ്യൽ ഹീറോ എന്ന് പറയാനൊക്കെ തന്നെ എവരിബഡി ഡിഡ് ദെയർ പാർട്ട്. മൂവിയാണ്, ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. ഒരുപാട് ഫാമിലി എലമെന്റ്സുള്ള മൂവിയാണ്. പടം കണ്ടവർക്ക് അറിയാം, ഒരു ബ്രദേഴ്സിന്റെ കഥയാണ്, അച്ഛൻ്റെ ബ്രദേഴ്സിന്റെ കഥയാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ കണ്ടവർക്ക് നല്ല അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്ന സിനിമയായിരിക്കും. ഞാൻ തിയേറ്ററിലേക്ക് വരിക, കാണുക, അഭിപ്രായം അറിയിക്കുക. ദൃശ്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ സിനിമയും ഓരോ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ ദൃശ്യം എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിൻ്റെ തുടക്കം നമുക്ക് അത് 1 ആണെങ്കിലും 2 ആണെങ്കിലും ഒക്കെ തുടക്കം നമ്മളൊരു കഥയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി അങ്ങനെയാണ് ഒരു ചെറിയൊരു സ്ലോ പേസിലാണ് തുടങ്ങുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ക്യാരക്ടേഴ്സിന് ഇമോഷൻസ് ഒക്കെ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഡിഫറൻ്റ് ആണ്, കഥയും പരിസരങ്ങളും എല്ലാം എൻ്റെ ഡിഫറൻ്റ് ആണ്. ഷാജൻ ചേട്ടൻ്റെയും കോത്തശ്ശൻ്റെയും ഭയങ്കര നല്ല ആക്ടിങ് ഉള്ള ഒരു സിനിമയാണ്. അങ്ങനത്തെ ഭൂതങ്ങളുള്ളൊരു സിനിമയാണ്. ഫാമിലിക്കൊക്കെ ഭയങ്കര കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. എൻഗേജിങ് ആണ്, ഒരു പരിധിവരെ എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റ് പേസ് സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു സിനിമയല്ല. ഇപ്പോൾ കാണുന്ന ഒരു പാറ്റേണിൽ നിന്ന് ചെറിയ മാറ്റമുള്ള പ്രോപ്പറായിട്ടൊരു ഫാമിലി പാറ്റേൺ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ ഫാമിലിയിൽ സംഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും അതിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ.